അതിമഹത്തായ ഈയൊരു കമൻറ്റിനെ മാനിച്ചുകൊണ്ട് ജരാസന്ധ മോക്ഷം അല്ലെങ്കിൽ ജരാസന്ധ വധം എന്ന സ്റ്റോറിയാണ് ഇവിടെ ചെയ്യാൻ പോകുന്നത്. ഹരേ കൃഷ്ണ, ഹരേ ഗുരുവായൂരപ്പ ശരണം. എല്ലാവർക്കും പാർത്ഥസാരഥിയത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്നത്തെ കഥ ജരാസന്ധ വധമാണ്. അങ്ങനെ വെറുതെയൊന്നും ജരാസന്ധ മോക്ഷത്തിൻ്റെ ആ ഒരു കഥയിലേക്ക് നമ്മൾക്ക് ഒരിക്കലും തന്നെ കടക്കാനാവില്ല. കാരണം യുധിഷ്ഠിരൻ നടത്തുന്ന ആ രാജസൂയ യജ്ഞം കഥ കേട്ടാൽ മാത്രമേ ജരാസന്ധ വധത്തെക്കുറിച്ചുള്ള പൂർണ്ണമായ ആ ഒരു കഥ നമ്മൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുള്ളൂ. പൗരജനങ്ങളും സുഹൃത്തുക്കളും ബന്ധുക്കളും ബ്രാഹ്മണരും ക്ഷത്രിയരും വൈശ്യരും മറ്റ് മാന്യന്മാർ എന്നിവരൊക്കെ ഉൾപ്പെട്ട രാജസദസ്സിൽ സ്വന്തം സഹോദരന്മാരുടെ സാന്നിധ്യത്തിൽ യുധിഷ്ഠിരൻ ഭഗവാൻ ശ്രീകൃഷ്ണനോട് ഇപ്രകാരം പറയുന്നുണ്ട്: കൃഷ്ണ, ഒരു ചക്രവർത്തി രാജസൂയ യജ്ഞം നടത്തേണ്ടതുണ്ട്. യജ്ഞങ്ങളുടെ രാജാവാണ് രാജസൂയമെന്ന് പറയാറുണ്ടല്ലോ. അപ്പോൾ ഈ യാഗത്തിലൂടെ ദേവന്മാരെ തൃപ്തിപ്പെടുത്തുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. മാത്രമല്ല, ഈ ഭൗതികമായ ലോകത്ത് അങ്ങ് അധികാരപ്പെടുത്തിയിട്ടുള്ള അങ്ങയുടെ പ്രതിനിധികളാണല്ലോ അവർ. അപ്പോൾ ആ ധീരസാഹസിക കർമ്മം വിജയകരമാക്കുവാൻ അവിടുത്തെ സഹായം എനിക്കുണ്ടാകണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ പാണ്ഡവന്മാർക്ക് ദേവന്മാരോടൊന്നും ആവശ്യപ്പെടാനില്ല. അവിടുത്തെ ഭക്തന്മാരാകയാൽ ഞങ്ങൾ പരിപൂർണ സംതൃപ്തരാണ്. അങ്ങ് ഭഗവത്ഗീതയിൽ പറഞ്ഞിരിക്കുന്നത് പോലെ ഭൗതികാഭിലാഷങ്ങളിൽ അന്താളിച്ചു പോയവരാണ് ദേവന്മാരെ ആരാധിക്കുന്നത്. എന്നാൽ ഞങ്ങളുടെ ലക്ഷ്യം വ്യത്യസ്തമാണ്. അങ്ങയിൽ നിന്നും വിട്ട് സ്വതന്ത്രമായ ഒരു ശക്തിയും തങ്ങൾക്കില്ലെന്ന് ദേവന്മാർക്ക് കാണിച്ചു കൊടുക്കുവാനാണ് ഈ ഒരു യാഗം നടത്തി ഞാൻ അവരെ ഇതിലേക്കായി ക്ഷണിക്കുന്നത്. അവരെല്ലാവരും അങ്ങയുടെ ദാസന്മാരാണ്. അവിടുന്ന് പരമപുരുഷനാണ്. അങ്ങ് കേവലം ഒരു മനുഷ്യൻ മാത്രമാണെന്ന് അല്പജ്ഞാനികളായ വിഡ്ഢികൾ കരുതുന്നു. ചിലപ്പോൾ അവരങ്ങയെ കുറ്റപ്പെടുത്തുന്നു, മറ്റു ചിലപ്പോൾ അപകീർത്തിപ്പെടുത്തുന്നു. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ രാജസൂയം നടത്തുന്നത്. ബ്രഹ്മദേവൻ, മഹാദേവൻ, സ്വർലോകങ്ങളിലെ സമുന്നതരായ മറ്റു പ്രധാനികൾ തുടങ്ങിയ എല്ലാ ദേവന്മാരെയും ക്ഷണിക്കുവാനും പ്രപഞ്ചത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നുമുള്ള ആ ദേവസഭയിൽ വച്ച് അങ്ങാണ് പരമപുരുഷനെന്നും മറ്റുള്ളവരെല്ലാം അങ്ങയുടെ ദാസന്മാരാണെന്നും തെളിയിച്ചു കൊടുക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് ഇവിടെ യുധിഷ്ഠിരൻ ശ്രീകൃഷ്ണ ഭഗവാനോടായി പറഞ്ഞു. ഇത് കേട്ട ഭഗവാൻ പറഞ്ഞു യുധിഷ്ഠിരനോട്: പ്രിയപ്പെട്ട യുധിഷ്ഠിര, ശത്രു സംഹാരക, ധർമ്മമൂർത്തി, രാജസൂയ യാഗം നടത്തുവാനുള്ള അങ്ങയുടെ തീരുമാനത്തെ നാം സർവാത്മന പിന്താങ്ങുന്നു. ഈ ഒരു യാഗം നടത്തിയാൽ മാനവ സംസ്കാരത്തിൻ്റെ ചരിത്രത്തിൽ അങ്ങയുടെ സൽപ്പേര് അഭംഗുരം നിലനിൽക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ട രാജൻ, അങ്ങ് ഈ ഒരു യാഗം നടത്തണമെന്നാണ് അങ്ങയുടെ പൂർവ്വപിതാക്കൾ, ദേവന്മാർ, നാം ഉൾപ്പെടെയുള്ള ബന്ധുമിത്രാദികൾ എല്ലാവരുടെയും ആഗ്രഹം എന്ന് തന്നെ നാം ഇതാ അറിയിച്ചു കൊള്ളട്ടെ. ജീവാത്മാക്കളെ മുഴുവൻ അത് സംതൃപ്തരാക്കുമെന്നും നാം കരുതുന്നു. എന്നാൽ അതിനു മുൻപായി ലോകത്തിലെ രാജാക്കന്മാരെ മുഴുവൻ അങ്ങ് കീഴടക്കുകയും ഈ ഒരു മഹായാഗത്തിന് ആവശ്യമായ അനുസാരികൾ മുഴുവനും ശേഖരിക്കുകയും ചെയ്യണമെന്ന് നാം ഇവിടെ അഭ്യർത്ഥിക്കുന്നു എന്ന് ഭഗവാൻ പറഞ്ഞു. മാത്രമല്ല, 4 സഹോദരന്മാരും, യുധിഷ്ഠിരൻ്റെ 4 സഹോദരന്മാരും, അതായത് വായു, ഇന്ദ്രൻ തുടങ്ങിയ പ്രധാനപ്പെട്ട ദേവന്മാരുടെ നേരിട്ടുള്ള പ്രതിനിധികളാണ്. ഭീമൻ വായുപുത്രനാണല്ലോ. അർജുനൻ ഇന്ദ്രൻ്റെയും യുധിഷ്ഠിരനാവട്ടെ യമരാജൻ്റെയും പുത്രനാണല്ലോ. അപ്പോൾ ആ ഒരു സഹോദരന്മാരൊക്കെ മഹാവീരന്മാരുമാണ്. അങ്ങാകട്ടെ തികഞ്ഞ ധാർമ്മികനുമാണല്ലോ യുധിഷ്ഠിര. ആത്മനിയന്ത്രണം സാധിച്ചവനും ധർമ്മരാജൻ എന്ന പേരു കേട്ടവനുമാണ് അങ്ങ്. നമുക്ക് ഭക്തിയുതമായ സേവനം അർപ്പിക്കുക വഴി നമ്മോട് സമമായ യോഗ്യത നേടിയവരാണ് നിങ്ങളെല്ലാം. ഇന്ദ്രിയ നിഗ്രഹം സാധിച്ചവൻ്റെ സ്നേഹം കൊണ്ട് താൻ കീഴടക്കപ്പെടുന്നു എന്ന് ഭഗവാൻ കൃഷ്ണൻ യുധിഷ്ഠിരനോടായി ഇവിടെ പറയുന്നുണ്ട്. വീണ്ടും ഭഗവാൻ പറഞ്ഞു: സമ്പത്ത്, വീര്യം, യശസ്, സൗന്ദര്യം, ജ്ഞാനം, വൈരാഗ്യം എന്നീ 6 ഐശ്വര്യങ്ങളിൽ ഒന്നിലെങ്കിലും ശക്തന്മാരായ ദേവന്മാരുൾപ്പെടെ പ്രപഞ്ചത്തിലെ 3 ലോകങ്ങളിലും ഒരാൾക്ക് പോലും നമ്മുടെ ഭക്തനെ അതിശയിക്കുവാൻ ആവില്ല. അതിനാൽ
ലോകത്തിലെ രാജാക്കന്മാരെ കീഴടക്കുവാൻ അങ്ങ് ആഗ്രഹിക്കുന്നുവെങ്കിൽ അവർക്ക് അങ്ങയെ വെല്ലാൻ ഒരിക്കലും സാധിക്കില്ല, അത് തീർച്ചയാണ്. ഭഗവാൻ ഇപ്രകാരം യുധിഷ്ഠിരനെ പ്രോത്സാഹിപ്പിച്ചപ്പോൾ ഒരു സന്തോഷം മൂലം, അതായത് അതീന്ദ്രിയമായ സന്തോഷം മൂലം രാജാവിൻ്റെ മുഖം വിരിഞ്ഞു വരുന്നൊരു പുഷ്പം പോലെ പ്രകാശമാനമായി മാറി. അങ്ങനെ എല്ലാ ദിക്കിലുമുള്ള സർവ്വരാജാക്കന്മാരെയും കീഴടക്കുവാൻ അദ്ദേഹം തൻ്റെ അനുജന്മാരോട് കൽപ്പിക്കുകയും ചെയ്തു. അവിശ്വാസികളായ ഖലന്മാരെ ശിക്ഷിക്കുകയും തൻ്റെ വിശ്വസ്തരായ ഭക്തന്മാരെ രക്ഷിക്കുകയും ചെയ്യുക എന്ന തൻ്റെ ആ മഹാദൗത്യം നിർവഹിക്കുവാൻ ഭഗവാൻ പാണ്ഡവന്മാരെ അധികാരപ്പെടുത്തി. തൻ്റെ വിഷ്ണുരൂപത്തിൽ ഭഗവാൻ 4 തരം ആയുധങ്ങളാണ് 4 കൈകളിലും ധരിച്ചിരിക്കുന്നത്. ശംഖം, താമര എന്നിവ 2 കൈകളിൽ, മറ്റു 2 കൈകളിലാവട്ടെ ഗദയും ചക്രവും. എന്നാൽ ഭഗവാന് അദ്ദേഹത്തിൻ്റെ എല്ലാ ആയുധങ്ങളുടെയും പരിണിത പ്രവർത്തനം ഒന്നു തന്നെയായിരിക്കും. ഈ ഖലന്മാരിൽ ബോധം ഉദിപ്പിച്ച് തങ്ങൾ സർവാധികാരികളല്ലെന്നവരെ മനസ്സിലാക്കി കൊടുക്കുവാനുള്ള ശിക്ഷയ്ക്കായിട്ടുള്ളതാണ് ഗദയും ചക്രവും. അതേസമയം ഈ സംരക്ഷണമേകാൻ അവർക്ക് മുകളിൽ സർവേശ്വരനുണ്ടെന്ന് ശംഖധ്വനി മുഴക്കിയും താമരപ്പൂ കൊണ്ട് അനുഗ്രഹമരുളിയും ഏറ്റവും കൊടിയ വിപത്തിൽ പോലും തങ്ങൾക്ക് പരാജയം സംഭവിക്കില്ലെന്ന് ഭക്തന്മാർക്ക് അദ്ദേഹം ഉറപ്പു നൽകുന്നു. അങ്ങനെ ഭഗവാന്റെ ആ സൂചനകളിലൂടെ ഇപ്രകാരം ഉറപ്പു ലഭിച്ച രാജാവായ യുധിഷ്ഠിരൻ ശൃംജയവർഗത്തിൻ്റെ സേനകളുമായി പോയി ദക്ഷിണ ദിക്കുകളെ കീഴടക്കി വരുവാൻ സഹദേവനോട് ആജ്ഞാപിച്ചു. അങ്ങനെ മത്സ്യദേശത്തെ ഭടന്മാരുമൊത്ത് പശ്ചിമദേശത്തെ കീഴടക്കുവാൻ നകുലനെ നിയോഗിച്ചു. കേകയത്തിലെ യോദ്ധാക്കളുമൊത്ത് ഉത്തരദിക്കിലെ രാജാക്കന്മാരെയും ജയിക്കുവാൻ അർജുനനെയാണ് പറഞ്ഞയച്ചത്. മധ്യദേശത്തെ പടയുമൊത്ത് പൂർവ്വദിക്കിനെ ജയിച്ചു വരാൻ ഭീമസേനോടാണ് ആജ്ഞാപിച്ചത്. ഇവിടെ നമ്മളൊരു കാര്യം ഓർക്കണം. വിവിധ ദിക്കുകളെ കീഴടക്കുവാൻ അനുജന്മാരെ നിയോഗിച്ചുവെങ്കിലും അവിടങ്ങളിലെ രാജാക്കന്മാരുമായി യുദ്ധം പ്രഖ്യാപിക്കുവാൻ യുധിഷ്ഠിരൻ ഉദ്ദേശിച്ചിരുന്നില്ല. വാസ്തവത്തിൽ രാജസൂയം നടത്തുവാനുള്ള യുധിഷ്ഠിരൻ്റെ ആ ഒരു ഉദ്ദേശത്തെ അതാതു ദിക്കുകളിലെ രാജാക്കന്മാരെ അറിയിക്കുവാൻ വേണ്ടിയാണ് സഹോദരന്മാർ വിവിധ ദിക്കുകളിലേക്കായി പുറപ്പെട്ടത്. അങ്ങനെ യാഗം നടത്തുന്ന ആവശ്യത്തിലേക്ക് നികുതി അടയ്ക്കണമെന്ന് രാജാക്കന്മാരെ അറിയിക്കുകയും ചെയ്തിരുന്നു. ചക്രവർത്തിക്ക് കൊടുക്കുന്ന ഈ ഒരു നികുതിയുടെ അർത്ഥം ആ രാജാവ് ചക്രവർത്തിയോടുള്ള വിധേയത്വം അംഗീകരിച്ചിരിക്കുന്നു എന്നതാണ് അർത്ഥമാക്കുന്നത്. ഇതനുസരിച്ച് പ്രവർത്തിക്കുവാൻ വിസമ്മതിക്കുന്ന രാജാവുമായി തീർച്ചയായും യുദ്ധമുണ്ടാക്കുകയും ചെയ്യണം. അപ്രകാരം അവരുടെ സ്വാധീനവും ബലവുമെല്ലാം പ്രയോഗിച്ച് വിവിധ ദിശകളിലെ രാജാക്കന്മാരെ മുഴുവനും കീഴടക്കി വേണ്ടത്ര നികുതിയും ഉപഹാരങ്ങളും നേടാൻ അവർക്ക് കഴിഞ്ഞു. അവയൊക്കെ സഹോദരന്മാർ യുധിഷ്ഠിരൻ്റെ മുൻപിൽ എത്തിക്കുകയും ചെയ്തു. ഇതൊക്കെയാണെങ്കിലും മഗധാധിപനായ ജരാസന്ധൻ തൻ്റെ ആ ഒരു ആദേശത്തെ അംഗീകരിക്കുവാൻ കൂട്ടാക്കാത്തതിൽ യുധിഷ്ഠിരൻ ഉത്കണ്ഠാകുലനായി മാറി. അങ്ങനെ യുധിഷ്ഠിരൻ്റെ ഉത്കണ്ഠ കണ്ടപ്പോൾ ജരാസന്ധനെ കീഴടക്കുവാൻ ഉദ്ധവർ പറഞ്ഞ ആ ഒരു പദ്ധതി ഭഗവാൻ യുധിഷ്ഠിരനെ അറിയിച്ചു. ഉടൻ തന്നെ കൃഷ്ണനും അർജുനനും ഭീമസേനനും ഒരു ബ്രാഹ്മണ വേഷങ്ങളിൽ ജരാസന്ധൻ്റെ തലസ്ഥാനമായ ഗിരിവ്രജത്തിലേക്കായി പുറപ്പെട്ടു. അങ്ങനെ ഭഗവാൻ ഹസ്തിനപുരത്തിലേക്ക് പുറപ്പെടുന്നതിന് മുൻപ് ഉദ്ധവർ ആസൂത്രണം ചെയ്ത പദ്ധതി അതായിരുന്നു. ഇപ്പോഴത് പ്രയോഗത്തിൽ കൊണ്ടുവരികയും ചെയ്തു. രാജാവായ ജരാസന്ധൻ കർത്തവ്യനിഷ്ഠനായൊരു ഗൃഹസ്ഥാശ്രമിയായിരുന്നു. ബ്രാഹ്മണരോട് അദ്ദേഹത്തിന് വലിയ ബഹുമാനമായിരുന്നു. അയാൾ വലിയ യോദ്ധാവും ക്ഷത്രിയ രാജാവുമായിരുന്നു. ഇദ്ദേഹം വേദാനുശാസനങ്ങളെ ഒരിക്കലും നിഷേധിച്ചിരുന്നില്ല. വൈദികാനുസാരം ബ്രാഹ്മണർ മറ്റുള്ള ജാതി വിഭാഗങ്ങളുടെ മുഴുവൻ ആധ്യാത്മികാചാര്യന്മാരാണ്. ഭഗവാൻ കൃഷ്ണനും ഭീമസേനനും അർജുനനും സത്യത്തിൽ ക്ഷത്രിയരാണ്. അവർ ബ്രാഹ്മണ വേഷത്തിലായിരുന്നു എന്ന് മാത്രം. ജരാസന്ധൻ ബ്രാഹ്മണരെ അതിഥികളായി സ്വീകരിച്ച് ദാനം ചെയ്യുന്ന സമയത്ത് ഇവർ 3 പേരും ജരാസന്ധനെ സമീപിച്ചു. ബ്രാഹ്മണ വേഷധാരികളായ ഭഗവാൻ രാജാവിനോടായി പറഞ്ഞു, മഹാരാജാവിന് സകലവിധ മഹിമാനങ്ങളും ഞങ്ങൾ ആശംസിക്കുന്നു. അവിടുത്തെ രാജകൊട്ടാരത്തിലെ 3 അതിഥികളാണല്ലോ ഞങ്ങൾ. വളരെ ദൂരത്തു നിന്നുമാണ് ഞങ്ങൾ വരുന്നതും. ഇപ്പോൾ ഞങ്ങൾ വന്നിരിക്കുന്നത് അങ്ങയോട് ദാനം ചോദിക്കുവാനാണ്. ഞങ്ങൾ ചോദിക്കുന്നത് അവിടുന്ന് ഞങ്ങൾക്ക് തരുമെന്ന് പ്രതീക്ഷിക്കുന്നുമുണ്ട്. മാത്രമല്ല അവിടുത്തെ ആ ഒരു സദ്ഗുണങ്ങൾ ഞങ്ങൾക്ക് നന്നായി തന്നെ അറിയുകയും ചെയ്യാം. സഹിഷ്ണുതയുള്ളവൻ എത്ര ദുഃഖകരമാണെങ്കിലും എപ്പോഴും
സഹിഷ്ണുത കാണിക്കുവാൻ തയ്യാറായിരിക്കും. ഒരു കുറ്റവാളിക്ക് അങ്ങേയറ്റത്തെ ഹീനകൃത്യങ്ങൾ ചെയ്യാൻ കഴിയുന്നത് പോലെ അങ്ങേപോലുള്ള ഒരു ധർമ്മിഷ്ഠൻ വിചാരിച്ചാൽ ആവശ്യപ്പെടുന്നത് എന്തും നൽകുവാൻ കഴിയും. അങ്ങേപോലെയുള്ളൊരു മഹാവ്യക്തിക്ക് ബന്ധുക്കളും അന്യരും എന്ന ഭേദചിന്തയില്ല. കീർത്തിമാൻ എക്കാലവും മരണാനന്തരം പോലും ജീവിക്കുന്നു. അതിനാൽ നിർവഹണശേഷിയും ആരോഗ്യവും ഉള്ളവൻ എന്ന തൻ്റെ സൽപ്പേരും സൽകീർത്തിയും ശാശ്വതീകരിക്കുവാൻ വേണ്ടി പ്രവർത്തിക്കുന്നു അങ്ങ്. ഇതൊക്കെയുണ്ടായിട്ടും പ്രവർത്തിക്കാത്തവൻ മഹത്തുക്കളുടെ കണ്ണിൽ വെറുക്കപ്പെട്ടവനായിത്തീരുന്നു എന്നൊക്കെ ഭഗവാൻ ജരാസന്ധനോടായി പറഞ്ഞു. മാത്രമല്ല, ഈ പാടത്ത് കൊഴിഞ്ഞു വീഴുന്ന ധാന്യമണികൾ പെറുക്കിയെടുത്ത് അതുകൊണ്ട് മാത്രം ജീവിതം കഴിച്ചിരുന്ന ഹരിശ്ചന്ദ്രൻ, രന്തിദേവൻ, മുദ്ഗലൻ, അതുപോലെ തൻ്റെ പ്രാവിനെ രക്ഷിക്കുവാൻ വേണ്ടി സ്വന്തം ശരീരത്തിലെ മാംസം മറുത്തു കൊടുത്ത മഹാരാജാവായ ശിബി ചക്രവർത്തി എന്നീ മഹാന്മാരുടെ ബാസുര നാമങ്ങൾ അവിടുന്ന് കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ അല്ലേ? ക്ഷണികവും നശ്വരവുമായ ഈ ഒരു ശരീരം ത്യജിച്ചതിനാലാണ് ഈ മഹത്തുക്കൾ ശാശ്വതമായ കീർത്തി നേടിയത്. ഇപ്രകാരം ശരീരം നശ്വരമാണെന്ന് ജരാസന്ധനെ ധരിപ്പിച്ചു ഭഗവാൻ. അപ്പോൾ നശ്വരമായ ശരീരം ത്യജിച്ച് സത്പേരും സൽകീർത്തിയും നേടാൻ കഴിയുന്നവൻ മാനവ സംസ്കൃതിയുടെ ചരിത്രത്തിൽ അത്യന്തം ബഹുമാന്യനായ വ്യക്തിയായി ഭവിക്കും എന്ന് പറഞ്ഞു. അർജുനൻ, ഭീമസേനൻ എന്നിവരോടൊപ്പം ബ്രാഹ്മണ വേഷത്തിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ ഇപ്രകാരം സംസാരിക്കുമ്പോൾ അവർ യഥാർത്ഥ ബ്രാഹ്മണന്മാരെ പോലെ അല്ല എന്നൊരു കാര്യം ഇവിടെ ജരാസന്ധൻ ശ്രദ്ധിച്ചു. അവർ ബ്രാഹ്മണരല്ല എന്ന് ജരാസന്ധന് മനസ്സിലാക്കാൻ സഹായിക്കുന്ന ചില ചിഹ്നങ്ങൾ അവരുടെ ശരീരത്തിലുണ്ടായിരുന്നു. മാത്രമല്ല, ഈ വില്ല് ധരിച്ചതിൻ്റെ പാടുകൾ അവരുടെ തോളിൽ കാണപ്പെട്ടിരുന്നു. മാത്രമല്ല, അവരുടെ ആ ഒരു ആകാര വടിവ് കനത്തതും സ്വരം ആജ്ഞാഭാവം സ്ഫുരിക്കുന്നതുമായിരുന്നു. അങ്ങനെ അവർ ബ്രാഹ്മണരല്ല എന്നുള്ള നിഗമനത്തിലാണ് അയാൾ ഒടുവിൽ ചെന്നെത്തിയത്. അതുമാത്രമല്ല, അവരെ അതിനു മുൻപ് എവിടെയോ കണ്ടിട്ടുള്ളത് പോലെയും അദ്ദേഹത്തിന് തോന്നി. ഈ 3 വ്യക്തികളും ബ്രാഹ്മണരെ പോലെ ഭിക്ഷയാചിച്ച് ജരാസന്ധൻ്റെ പടിവാതിൽക്കൽ വന്നിരിക്കുകയാണ്. അതിനാൽ ഇവർ ക്ഷത്രിയരല്ല എന്നിരിക്കലും അവരുടെ ആഗ്രഹം നിറവേറ്റുവാൻ തന്നെ ജരാസന്ധൻ തീരുമാനിച്ചു. അങ്ങനെ തൻ്റെ മുൻപിൽ യാചകരെ പോലെ പ്രത്യക്ഷപ്പെട്ടതുകൊണ്ട് അവരുടെ നിലയ്ക്ക് കോട്ടം തട്ടിയതായി അയാൾ കരുതിയതാണ് ഇതിന് കാരണം. അങ്ങനെ ഈ ജരാസന്ധൻ ചിന്തിച്ചു, ഈ ഒരു പരിതസ്ഥിതികളിൽ അവർക്ക് വേണ്ടതെന്തും നൽകുവാൻ ഞാൻ തയ്യാറാണ്. എൻ്റെ ജീവൻ തന്നെ ആവശ്യപ്പെട്ടാലും അത് നൽകാൻ ഞാൻ മടിക്കില്ല. ഇക്കാര്യത്തിൽ അയാൾ ബലി മഹാരാജാവിനെ കുറിച്ച് ചിന്തിച്ചു. ഭഗവാൻ വിഷ്ണു ബ്രാഹ്മണ വേഷത്തിൽ ഒരു ഭിക്ഷക്കാരനായി ബലിയുടെ മുൻപിൽ ആവിർഭവിച്ചുവല്ലോ. അതുവഴി രാജ്യത്തിൻ്റെ ആ സർവ്വ ഐശ്വര്യങ്ങളും ഭഗവാൻ തട്ടിയെടുത്തു, ഒപ്പം അദ്ദേഹത്തിൻ്റെ രാജ്യവും. സത്യത്തിൽ ഇന്ദ്രന് ലാഭമുണ്ടാക്കുവാൻ വേണ്ടിയാണല്ലോ അദ്ദേഹം അങ്ങനെ ചെയ്തത്. ബലി മഹാരാജാവ് വഞ്ചിക്കപ്പെട്ടെങ്കിലും സർവസ്വവും ദാനം ചെയ്യുവാൻ കഴിവുള്ള മഹാഭക്തൻ എന്ന അദ്ദേഹത്തിൻ്റെ സൽപ്പേര് 3 ലോകങ്ങളിലും ഇന്നും കീർത്തിക്കപ്പെടുന്നുണ്ട്. തൻ്റെ അരികിലെത്തിയ ബ്രാഹ്മണൻ ഭഗവാൻ മഹാവിഷ്ണുവാണെന്നും തൻ്റെ ഐശ്വര്യപൂർണമായ രാജ്യം ഇന്ദ്രനു വേണ്ടി തട്ടിയെടുക്കുവാനാണ് വന്നിരിക്കുന്നതെന്നും ഊഹിക്കുവാൻ ബലിക്ക് കഴിഞ്ഞിരുന്നു. ഇതേക്കുറിച്ച് ബലിയുടെ ആധ്യാത്മികാചാര്യനും കുടുംബ പുരോഹിതനുമായ ശുക്രാചാര്യർ വീണ്ടും വീണ്ടും അദ്ദേഹത്തിന് മുന്നറിയിപ്പും നൽകിയതാണ്. എന്നിട്ടും ബ്രാഹ്മണൻ ആവശ്യപ്പെട്ടതെന്തും ദാനമായി നൽകുവാൻ അദ്ദേഹം മടി കാണിച്ചില്ല. ഒടുവിൽ സർവസ്വവും ബ്രാഹ്മണനു വേണ്ടി ഉപേക്ഷിക്കുകയും ചെയ്തു. അങ്ങനെ ഈ ജരാസന്ധൻ ചിന്തിച്ചു, ഈ നശ്വരമായ ശരീരം ത്യജിക്കുന്നതിലൂടെ എനിക്ക് അനശ്വരമായ കീർത്തി നേടാൻ കഴിയുമെങ്കിൽ ആ ഒരു ലക്ഷ്യത്തിനായി ഞാൻ പ്രവർത്തിക്കും. ഇതെൻ്റെ ദൃഢമായ തീരുമാനമാണ്. ബ്രാഹ്മണൻ്റെ നന്മയ്ക്ക് വേണ്ടി ജീവിക്കാത്ത ക്ഷത്രിയൻ്റെ ജീവിതം തീർച്ചയായും ശപിക്കപ്പെട്ടതാണ്. യഥാർത്ഥത്തിൽ ബ്രാഹ്മണർക്ക് ദാനം ചെയ്യുന്ന കാര്യത്തിൽ ജരാസന്ധൻ അത്യന്തം ഉദാരമതിയായിരുന്നു എന്ന് വേണം പറയാൻ. അതിനാൽ അയാൾ ഭഗവാൻ ശ്രീകൃഷ്ണനെയും അർജുനനെയും ഭീമനെയും ഇപ്രകാരം അറിയിച്ചു, അല്ലയോ ബ്രാഹ്മണന്മാരെ, നിങ്ങൾക്കിഷ്ടമുള്ളതെന്തും എന്നോട് ചോദിക്കാം. നിങ്ങൾ ആഗ്രഹിക്കുന്ന പക്ഷം എൻ്റെ ശിരസ്സ് പോലും നിങ്ങൾക്ക് എടുക്കാം. ഞാനത് തരാൻ സന്നദ്ധനാണ്. അപ്പോൾ ഭഗവാൻ ജരാസന്ധനോട് പറഞ്ഞു, പ്രിയപ്പെട്ട രാജാവേ, യഥാർത്ഥത്തിൽ ഞങ്ങൾ ബ്രാഹ്മണരല്ലെന്നും ധാന്യങ്ങളോ മറ്റു ഭക്ഷ്യവസ്തുക്കളോ ചോദിക്കാനല്ല ഞങ്ങൾ വന്നിരിക്കുന്നതെന്നും ദയവായി അങ്ങ് മനസ്സിലാക്കുക. മാത്രമല്ല, ഞങ്ങൾ ക്ഷത്രിയരാണ്.
അങ്ങയോടൊരു ദ്വന്ദ്വയുദ്ധം യാചിക്കുവാനാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. ഈ ഒരു നിർദ്ദേശത്തോട് അങ്ങ് യോജിക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. രാജാവായ പാണ്ഡുവിൻ്റെ രണ്ടാമത്തെ പുത്രനായ ഭീമസേനനും മൂന്നാമത്തെ പുത്രനായ അർജുനനും ആണ് ഇവരിരുവരും. പിന്നെ നമ്മുടെ കാര്യം, നാം നിങ്ങളുടെ പഴയ ശത്രുവായ കൃഷ്ണനാണ്. പാണ്ഡവരുടെ ഒരു ജ്ഞാതി. ഇപ്രകാരം ഭഗവാൻ അവരുടെ ആ മറനീക്കി യാഥാർത്ഥ്യം വെളിപ്പെടുത്തിയപ്പോൾ രാജാവായ ജരാസന്ധൻ അത്യുച്ചത്തിൽ പൊട്ടിച്ചിരിക്കുവാൻ തുടങ്ങി. തുടർന്ന് കടുത്ത രോഷത്തോടുകൂടി കനത്ത ശബ്ദത്തിൽ പറഞ്ഞു, വിഡ്ഢികളെ, നിങ്ങൾക്ക് എന്നോട് യുദ്ധം ചെയ്യണമെങ്കിൽ ഈ നിമിഷം തന്നെ ഞാനത് അനുവദിച്ചിരിക്കുന്നു. പക്ഷെ കൃഷ്ണ, നീ ഒരു ഭീരുവാണെന്ന് എനിക്കറിയാം. ഞാൻ നിന്നോട് യുദ്ധം ചെയ്യുവാൻ വിസമ്മതിക്കുന്നു. കാരണം യുദ്ധത്തിൽ എന്നെ നേരിടുമ്പോൾ നീ ആകെ ചിന്താക്കുഴപ്പത്തിലാകുന്നു. മാത്രമല്ല, എന്നെ പേടിച്ച് നീ നിന്റെ സ്വന്തം നഗരമായ മധുര വിട്ടുപോയി ഇപ്പോൾ സമുദ്രത്തിൽ അഭയം തേടിയിരിക്കുകയാണ്. അതിനാൽ നിന്നോട് യുദ്ധം ചെയ്യുവാൻ എനിക്ക് താല്പര്യമില്ല. അർജുനനാണെങ്കിൽ എന്നേക്കാൾ പ്രായം കുറവാണ്. അതിനാൽ എനിക്ക് തുല്യനായ യോദ്ധാവല്ല അർജുനൻ. ഒരു തരത്തിലും എനിക്ക് സമനായ യോദ്ധാവല്ലാത്തതിനാൽ അയാളുമായും യുദ്ധം ചെയ്യുവാനും എനിക്ക് സമ്മതമല്ല. എന്നാൽ ഭീമൻ എന്നോട് യുദ്ധം ചെയ്യുവാൻ പറ്റിയ ഒരു എതിരാളിയാണെന്ന് ഞാൻ കരുതുന്നു. ഇത്രയും പറഞ്ഞ അടുത്ത നിമിഷത്തിൽ തന്നെ അത്യന്തം ഭാരമുള്ള ഒരു ഗദ ജരാസന്ധൻ ഭീമന് നൽകി. ഒരെണ്ണം അയാളും കയ്യിലെടുത്തു. എന്നിട്ട് ഉടൻ തന്നെ അവർ യുദ്ധത്തിനായി നഗരത്തിൻ്റെ പുറത്തേക്ക് പോവുകയും ചെയ്തു. ഭീമസേനനും ജരാസന്ധനും തമ്മിൽ യുദ്ധം തുടങ്ങി. അശനിപാതം പോലെ ശക്തിയുള്ള ഗദ കൊണ്ട് സമരാസക്തരായ അവർ പരസ്പരം കഠിനമായി പ്രഹരം തുടങ്ങി. ഇരുവരും ആ ഗദായുദ്ധത്തിൽ പ്രാവീണരുമായിരുന്നുവല്ലോ. അങ്ങനെ അവരുടെ ആ ഒരു ഏറ്റുമുട്ടൽ നാടകവേദിയിൽ രണ്ടു നാട്യ കലാകാരന്മാർ നൃത്തം നടത്തുകയാണോ എന്ന് തോന്നിക്കും വിധം അതിമനോഹരമായിരുന്നു. ജരാസന്ധൻ്റെയും ഭീമസേനൻ്റെയും ഗദകൾ ഉച്ചത്തിൽ കൂട്ടിമുട്ടിയപ്പോൾ പരസ്പരം ഏറ്റുമുട്ടുന്ന രണ്ട് ആനകളുടെ കൊമ്പുകൾ കൂട്ടിമുട്ടുന്നത് പോലെ മിന്നിമറയുന്ന ആ ഒരു വൈദ്യുതാവേഗത്തിലെ അഗ്നിപാതം പോലെയോ ഒക്കെ ഉള്ളൊരു ശബ്ദമാണ് പിന്നീട് അവിടെ കേട്ടത്. ഈ കരിമ്പിൻ തോട്ടത്തിൽ വെച്ച് ആനകൾ ഏറ്റുമുട്ടുമ്പോൾ അവ കരിമ്പിൻ തണ്ടുകൾ ഒടിച്ചെടുത്ത് തുമ്പിക്കൈയിൽ മുറുക്കെ പിടിച്ച് പരസ്പരം അടിക്കും. അതേപോലെ ഇരുവരും ശത്രുവിൻ്റെ തോളിലും കൈത്തണ്ടയിലും തോളെല്ലിലും മാറത്തും തുടയിലും മരക്കെട്ടിലും എല്ലാം തരം പോലെ മാറി മാറി അടിക്കുന്നതിനാൽ കരിമ്പിൻ തണ്ടുകൾ തകർന്നു പോകും. ഇതുപോലെ ജരാസന്ധനും ഭീമനും ഉപയോഗിച്ചിരുന്ന ഗദകൾ മുഴുവനും തകർന്നു പോയി. അതിനാൽ യോഗി പ്രതിയോഗികൾ ഇരുവരും അവരുടെ ബലിഷ്ഠമായ മുഷ്ടി കൊണ്ടാണ് പിന്നീട് യുദ്ധം തുടങ്ങിയത്. ഇടിമുഴക്കത്തിൻ്റെയോ ഇരുമ്പ് ദണ്ടുകൾ കൂട്ടിമുട്ടുന്നതിൻ്റെയോ ശബ്ദത്തിന് സമാനമായിരുന്നു അവരുടെ ആ മുഷ്ടിപ്രഹരത്തിൻ്റെ ശബ്ദം. അവരെ കണ്ടാൽ പരസ്പരം ഏറ്റുമുട്ടുന്ന രണ്ട് ആനകളാണെന്ന് തോന്നിയിരുന്നു കാണികൾക്ക്. എങ്കിലും നിർഭാഗ്യവശാൽ ആർക്കും എതിരാളിയെ തോൽപ്പിക്കുവാനായില്ല. രണ്ടുപേരും ഒരുപോലെ യുദ്ധത്തിൽ വിദഗ്ധരായിരുന്നുവല്ലോ. ഇരുവരും തുല്യ ബലവാന്മാരുമായിരുന്നു. യുദ്ധതന്ത്രങ്ങളും സമാനമായിരുന്നു. നിരന്തരമായി പരസ്പരം പ്രഹരിച്ചെങ്കിലും ജരാസന്ധനോ ഭീമസേനനോ പരാജയപ്പെട്ടില്ല, തളർന്നതുമില്ല. ഒരു പകലത്തെ യുദ്ധത്തിന് ശേഷം ഇരുവരും സുഹൃത്തുക്കളെ പോലെ ജരാസന്ധൻ്റെ കൊട്ടാരത്തിൽ രാത്രി കഴിച്ചു കൂട്ടുകയും ചെയ്തു. പിന്നീട് അടുത്ത ദിവസം അവർ വീണ്ടും ഏറ്റുമുട്ടി. അപ്രകാരം 27 ദിവസമാണ് ഈ യുദ്ധം തുടർന്നത്. 28ാമത്തെ ദിവസം ഭീമസേനൻ കൃഷ്ണനോട് പറഞ്ഞു, കൃഷ്ണ, ജരാസന്ധനെ കീഴടക്കുവാൻ എനിക്കാവില്ലെന്ന് ഞാനിതാ ഇവിടെ തുറന്നു സമ്മതിക്കുന്നു അങ്ങയോട്. എന്നാൽ ജരാസന്ധൻ്റെ ജനന രഹസ്യം ഭഗവാൻ കൃഷ്ണൻ അറിയാമായിരുന്നുവല്ലോ. 2 വ്യത്യസ്ത ഭാഗങ്ങൾ, 2 അമ്മമാർ പ്രസവിച്ചുണ്ടായതായിരുന്നു ഈ ജരാസന്ധൻ. ഈ ഒരു ശിശു ഉപയോഗശൂന്യനാണെന്നു കണ്ട് അതിൻ്റെ പിതാവ് ആ 2 ഭാഗങ്ങളും കാട്ടിലേക്ക് എറിഞ്ഞു കളഞ്ഞു. അങ്ങനെ കുറേ നാൾ കഴിഞ്ഞപ്പോൾ ആ വഴി ജര എന്ന കന്മഷഹൃദയിയായ ഒരു ദുർമന്ത്രവാദിനി അവിടെ എത്തിച്ചേർന്നു. അടിമുതൽ മുടിവരെ ശിശുവിൻ്റെ 2 അംശങ്ങളും കൂട്ടിച്ചേർക്കുവാൻ ഈ ജരയ്ക്ക് കഴിഞ്ഞു. ഇതറിഞ്ഞ ഭഗവാൻ അയാളെ വധിക്കേണ്ടതെങ്ങനെയെന്ന് മനസ്സിലാക്കുകയും ജരാസന്ധനെ ജീവിപ്പിച്ചത് അവൻ്റെ ശരീരത്തിൻ്റെ 2 ഭാഗങ്ങളും കൂട്ടിച്ചേർത്തതാകയാൽ ആ 2 ഭാഗവും പരസ്പരം വേർപെടുത്തി അവനെ വധിക്കുവാൻ സാധിക്കുമെന്ന് അദ്ദേഹം ഭീമസേനന് സൂചന നൽകി. ഇപ്രകാരം ഭഗവാൻ ശ്രീകൃഷ്ണൻ തൻ്റെ ശക്തി ഭീമസേനൻ്റെ ശരീരത്തിലേക്ക് മാറ്റുകയും ജരാസന്ധനെ വധിക്കുവാനുള്ള ഉപായം പറഞ്ഞു കൊടുക്കുകയും ചെയ്തു.
ഉടൻ തന്നെ ഭഗവാൻ ഒരു മരച്ചില്ല ഒടിച്ചെടുത്ത് അത് നെടുകെ രണ്ടായി കീറി ഇപ്രകാരം ജരാസന്ധനെ വധിക്കേണ്ടത് എങ്ങനെയെന്ന് അദ്ദേഹം ഭീമസേനന് സൂചന കൊടുത്തു. പരമപുരുഷനായ ഭഗവാൻ ശ്രീകൃഷ്ണൻ സർവശക്തനാണ്. അദ്ദേഹത്തിന് ആരെയെങ്കിലും വധിക്കണമെന്നുണ്ടെങ്കിൽ ആർക്കും അവനെ രക്ഷിക്കാനാവില്ല. അദ്ദേഹം രക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവനെ ആർക്കും തന്നെ വധിക്കുവാനും കഴിയില്ല. അങ്ങനെ ഭഗവാൻ കൃഷ്ണനിൽ നിന്നും കിട്ടിയ ആ ഒരു അറിവനുസരിച്ച് ഒട്ടും വൈകാതെ ഈ ഭീമസേനൻ ജരാസന്ധൻ്റെ ഇരു കാലുകളിൽ കടന്നു പിടിച്ച് അയാളെ തറയിൽ വീഴ്ത്തുകയും ജരാസന്ധൻ വീണയുടനെ തന്നെ ഭീമസേനൻ ജരാസന്ധൻ്റെ ഒരു കാലിൽ അമർത്തിക്കൊണ്ട് ഇരു കൈകളും ഉപയോഗിച്ച് മറ്റേ കാലിൽ പിടികൂടി. അങ്ങനെ ഇത്തരത്തിൽ ജരാസന്ധൻ്റെ ശരീരം ഗുദം മുതൽ ശിരസ്സുവരെ ഭീമൻ രണ്ടായി കീറി. ഈ ആന മരത്തിൻ്റെ ശാഖ ചീന്തിയെടുക്കുന്നത് പോലെ ഭീമസേനൻ ജരാസന്ധൻ്റെ ശരീരം രണ്ടായി വേർപ്പെടുത്തി. ഓരോ പകുതിയിലും ഒരു കാല്, ഒരു തുട, ഒരു വൃഷ്ണം, ഒരു മുല, പകുതി നട്ടെല്ല്, പകുതി മാറിടം, ഒരു തോളെല്ല്, ഒരു കയ്യ്, ഒരു കണ്ണ്, ഒരു ചെവി, പകുതി മുഖം എന്നീ രൂപത്തിൽ ജരാസന്ധൻ്റെ ശരീരം രണ്ടു പകുതികളിലായി വിഭജിച്ചിരിക്കുന്നത് തൊട്ടടുത്തു നിന്ന് കാഴ്ചക്കാർ കണ്ടു. അങ്ങനെ ഈ ജരാസന്ധൻ്റെ മരണവാർത്ത പ്രഖ്യാപിച്ചപ്പോൾ മഗധയിലെ പൗരജനങ്ങൾ അയ്യയ്യോ എന്ന് മുറവിളി കൂട്ടി. ആ ഒരു സമയത്ത് അർജുനനും കൃഷ്ണനും ഭീമസേനനെ വാരിപ്പുണർന്നനുമോദിച്ചു. ജരാസന്ധൻ വധിക്കപ്പെട്ടെങ്കിലും കൃഷ്ണനോ പാണ്ഡവ സഹോദരന്മാരോ സിംഹാസനത്തിന് അവകാശമൊന്നും ഉന്നയിച്ചില്ല. ലോക സമാധാനം സ്ഥാപിക്കുന്നതിനെതിരെ അയാൾ സൃഷ്ടിച്ചിരുന്ന കുഴപ്പങ്ങൾക്ക് അറുതി വരുത്തുക എന്നത് മാത്രമായിരുന്നു ജരാസന്ധ വധത്തിലെ അവരുടെ ലക്ഷ്യം. അസുരൻ എപ്പോഴും കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നു, അതേസമയം ദേവന്മാർ സദാ ലോകസമാധാനം നിലനിർത്തുവാൻ പ്രയത്നിക്കുന്നു. അപ്പോൾ ധാർമ്മികർക്ക് സംരക്ഷണം നൽകുകയും സമാധാന സ്ഥിതിയെ അലങ്കോലപ്പെടുത്തുന്ന അസുരന്മാരെ നിഗ്രഹിക്കുകയും ചെയ്യുക എന്നതാണ് ഭഗവാന്റെ ദൗത്യം. അതിനാൽ ഭഗവാൻ ജരാസന്ധൻ്റെ പുത്രനായ സഹദേവനെ വിളിച്ചു വരുത്തി അനുഷ്ഠാന ചടങ്ങുകളോടുകൂടി പിതാവിൻ്റെ ആ ഒരു സ്ഥാനം അവന് ചാർത്തിക്കൊടുക്കുകയും സമാധാനപൂർവ്വം രാജ്യം ഭരിക്കുവാൻ അയാളോട് ഭഗവാൻ ആവശ്യപ്പെടുകയും ചെയ്തു. പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ അതിനായകനാണ് ഭഗവാൻ കൃഷ്ണൻ. എല്ലാവരും സമാധാനത്തോടുകൂടി ജീവിക്കുവാനും ആ കൃഷ്ണാവബോധത്തിൽ പ്രവർത്തിക്കുവാനും അദ്ദേഹം ആഗ്രഹിക്കുന്നു. സഹദേവനെ സിംഹാസനത്തിൽ പ്രതിഷ്ഠിച്ച ശേഷം അദ്ദേഹം അനാവശ്യമായി ജരാസന്ധൻ തടവിൽ പാർപ്പിച്ച രാജാക്കന്മാരെയും രാജകുമാരന്മാരെയും മുഴുവനും മോചിപ്പിക്കുക കൂടി ചെയ്തു. ജരാസന്ധൻ്റെ മരണത്തെ തുടർന്ന് ഭഗവാൻ മോചിപ്പിച്ച ഈ രാജാക്കന്മാരും രാജകുമാരന്മാരുമെല്ലാം ലോകത്തിലെ വിവിധ ഭാഗങ്ങളിലെ ഭരണാധികാരികളായിരുന്നു. ഈ 20,800 രാജാക്കന്മാരെയും രാജകുമാരന്മാരെയും കീഴടക്കുവാനുള്ള ശക്തിയുണ്ടായിരുന്നു ജരാസന്ധന്. സവിശേഷമായി നിർമ്മിക്കപ്പെട്ട കോട്ട പോലെയുള്ള പർവ്വത ഗുഹകളിൽ തടങ്കിലാക്കപ്പെട്ടിരുന്ന ഇവരുടെ ആ സ്ഥിതി ദീർഘകാലത്തേക്ക് അതേ രീതിയിൽ തുടർന്നതിനാൽ ഭഗവാൻ കൃഷ്ണനാൽ അവർ വിമോചിതരായപ്പോൾ അത്യന്തം സന്തുഷ്ടരായി മാറി ഈ രാജാക്കന്മാർ. അവരുടെ അപ്പോഴത്തെ ആ ഒരു കാഴ്ച അല്പവസ്ത്രമായിരുന്നു അവർക്കുണ്ടായിരുന്നത്. മുഖമെല്ലാം ഉണങ്ങി വരണ്ടിരുന്നു. നെടുനാളത്തെ, അതായത് കുറേ നാളത്തെ തടങ്കൽ ജീവിതം അവരുടെ ശരീരാവയവങ്ങളെ ശിഥിലവും അനാസക്തവുമാക്കി തീർത്തിരുന്നു. ആ ഒരു ശോചനീയമായ അവസ്ഥയിലും ആ ഭഗവാനെക്കുറിച്ച് ചിന്തിക്കുവാൻ അവർക്ക് അവസരം ലഭിച്ചിരുന്നു. അപ്പോൾ അവർ കാണുന്നൊരു കാഴ്ച ഇപ്രകാരമാണ്. ആകാശത്ത് പുതുതായി ആവിർഭവിച്ച മേഘത്തിൻ്റെ ആ നിറത്തിനു സമാനമായ ഭഗവാന്റെ അതീന്ദ്രിയമായ ശരീരത്തിൻ്റെ നിറം അവർക്കിപ്പോൾ കൺമുൻപിൽ ദൃശ്യമായി. പീതാംബരമുടുത്ത് ശംഖചക്രഗദാധാരിയായി ചതുർബാഹുവായ വിഷ്ണുവായി അദ്ദേഹം അവരുടെ മുൻപിൽ അപ്പോൾ ആവിർഭവിച്ചു. മാറിൽ സുവർണരേഖകൾ, താമരയല്ലി പോലെയുള്ള കണ്ണുകൾ, താമര ഇതൾ വിരിഞ്ഞ പോലെ ഉള്ള നയനങ്ങൾ അതിമനോഹരമായിരുന്നു. ശാശ്വതമായ ശാന്തിയുടെയും ഐശ്വര്യത്തിൻ്റെയും പ്രതീതമായ പുഞ്ചിരി, ഭംഗിയുള്ളതും തിളങ്ങുന്നതുമായ കുണ്ടലങ്ങൾ, അമൂല്യമായ രത്നങ്ങൾ പതിച്ച കിരീടം, ശരീരത്തിലണിഞ്ഞിരുന്ന മുത്തുമാലകൾ, കടകങ്ങൾ, വളകൾ എന്നിവ അതീന്ദ്രിയമായ ശോഭ വിതറിയിരുന്നു. മാറിലണിഞ്ഞിരുന്ന കൗസ്തുഭരത്നം കൂടുതൽ ആകർഷകത്തോടുകൂടി തിളങ്ങിയിരുന്നു. ഭഗവാൻ അപ്പോൾ ഒരു പൂമാലയും ചാർത്തിയിരുന്നു. ഇത്രയേറെ ദുഃഖത്തിന് ശേഷം രാജാക്കന്മാരും രാജകുമാരന്മാരും ഭഗവാന്റെ ആ അതീന്ദ്രിയമായ രൂപഗുണങ്ങളിലുള്ള ഭഗവാൻ ശ്രീകൃഷ്ണനെ കണ്ടപ്പോൾ
തങ്ങളുടെ കണ്ണുകളിലൂടെ അവർ അമൃതം പാനം ചെയ്യുകയാണോ എന്ന് തോന്നുമാറ് അതിമനോഹരമായിരുന്നു ആ ഒരു കാഴ്ച. തങ്ങളുടെ കഴിഞ്ഞ കാലത്തെ കൊടിയ കഷ്ടപ്പാടുകളൊക്കെ മറന്ന് കൂപ്പുകൈകളോടുകൂടി തികഞ്ഞ ഭക്തിയോടുകൂടി അവർ ഭഗവാൻ ശ്രീകൃഷ്ണനോട് പ്രാർത്ഥിച്ചു.